ഇങ്ങനെ ഡ്രസ് ചെയ്യുന്ന ഒരാള്, അതായത് ഫസ്റ്റത്തെ ഒരു പിക്ചർ നോക്കൂ, ഇങ്ങനെ വസ്ത്രം ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോ അവരെന്താ പറയുന്നതെന്ന് അറിയാം? ഓൾ ആർ വെൽക്കം, അല്ലെ? എല്ലാവർക്കും സ്വാഗതം, ലുക്ക് അറ്റ് മീ, എന്നിലേക്ക് നോക്കിക്കോളൂ, എന്റെ സൗന്ദര്യം ആസ്വദിച്ചോളൂ, എന്റെ പ്രൈവസിയിലേക്ക് കടന്നോളൂ, എന്റെ ലൈംഗികത നിങ്ങൾക്കൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ തുറന്നിട്ടിരിക്കും. അല്ല, നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങൾക്ക് വലിയ ബോധമുണ്ടോ? ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ഞാൻ ഉദ്ദേശിക്കുന്നത് 21ാം നൂറ്റാണ്ടാണ്, അല്ലാണ്ട് 6ാം നൂറ്റാണ്ടല്ല. നിങ്ങൾ മുസ്ലിംസ് ആണെങ്കിലും നോൺ മുസ്ലിംസ് ആണെങ്കിലും ഇങ്ങനെ ജീൻസും ടോപ്പും വിയർ ചെയ്തിട്ടാണ് പുറത്ത് നടക്കല്. നിങ്ങളുടെ ഈ ഒരു പ്രസംഗം കേട്ട ആണുങ്ങളോ പെണ്ണുങ്ങളോ നാളെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന പെൺകുട്ടികളെ കണ്ടാൽ എന്തായിരിക്കും വിചാരിക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അവർക്ക് ഫസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ ഡയലോഗ് ആയിരിക്കും മനസ്സിൽ വരിക. അവർ വിചാരിക്കും, ഓ അപ്പൊ ഈ പെൺകുട്ടി ഇവളുടെ പ്രൈവസി ഇങ്ങനെ തുറന്ന് കാട്ടേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത്. ഓ ഇവള് അവളുടെ സൗന്ദര്യം കാണിക്കലായിരിക്കും, അല്ലെ ഇവളുടെ ലൈംഗികത എല്ലാവർക്കും ഇങ്ങനെ തുറന്ന് കാട്ടി നടക്കുകയായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇനി സമൂഹത്തിലെ ആൾക്കാർ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന പെൺകുട്ടികളെ കണ്ടാൽ വിചാരിക്കുക. എനിക്ക് കുറെ ആൾക്കാർ വന്നിട്ട് പറയും, ഇത് മുസ്ലിംസിനോട് പറഞ്ഞതാണ്, ഹിന്ദുക്കളോടല്ല. ഹിന്ദു പെൺകുട്ടികൾ എന്താ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് നടക്കില്ലേ? അപ്പൊ ഈ പ്രസംഗം കേട്ട ആൾക്കാർ എന്താ ഹിന്ദു പെൺകുട്ടികളെ കണ്ടിട്ട് ഇങ്ങനെ ചിന്തിച്ചോടെ? ഓ അപ്പൊ ഈ പെൺകുട്ടികളൊക്കെ ഇനി ആ പെണ്ണ് പറഞ്ഞ പോലത്തെ പെൺകുട്ടികളായിരിക്കും എന്ന് അവർ ചിന്തിക്കില്ലേ? പബ്ലിക്കിൽ വന്നിരുന്ന് പറയുമ്പോൾ വായിൽ വരുന്ന കോതക്ക് പാട്ടിരുന്ന് പറയാൻ പാടില്ല. ഒരു പെണ്ണ് ഒരു ഡ്രസ്സ് ഇടുമ്പോൾ അത് അവൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് അവൾ ഇടും. അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അതിടണം ഇതിടണം ഇതിട്ടില്ല അങ്ങനെയാണ്. കം റെസ്പെക്ട് മീ, കം ലുക്ക് അറ്റ് മീ. എന്താണ് എന്ത് ബുദ്ധിയില്ലാത്ത വർത്താനം ഈ പറയുന്നേ?